രാഷ്ട്രീയത്തിന് ഈ 2024 തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്നലെ രാത്രി നടന്ന ബോംബ് സ്ഫോടനവും ഇന്ന് നടന്ന മരണവും. ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ കയ്യിലിരുന്ന് പൊട്ടിയിട്ടാണ് അതുണ്ടായത് എന്നുള്ളത് FIR ഉൾപ്പെടെ വന്നു കഴിഞ്ഞു. CPIM-ന്റെ ഉന്നത നേതൃത്വത്തോട് ചോദിക്കാനുള്ളത്, ഒരു തെരഞ്ഞെടുപ്പിന് 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ എന്തിനാണ് ബോംബ്? ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച് എന്ത് സ്വാധീനമാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? പോസ്റ്ററോ, കൊടിയോ, ഫ്ലെക്സോ, അനൗൺസ്മെന്റോ, സ്റ്റേജോ, സമ്മേളനമോ, പൊതുയോഗമോ, പദയാത്രയോ, റോഡ് ഷോയോ, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളായി ഞങ്ങൾ കണക്കാക്കാം. ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകൾ വെട്ടുന്നതും തലവെട്ടി പറമ്പിലിടുന്നതും ഞങ്ങൾ ക്ഷമിക്കാം. എവിടെയെങ്കിലും ഞങ്ങൾ ഉത്സവത്തിന് പോയി തിരിച്ചു വരുമ്പോൾ സംഘടിച്ച് നിന്ന് ചെമ്പട മുദ്രാവാക്യം വിളിക്കുന്നതും ഞങ്ങൾ വിടാം. പക്ഷെ ബോംബ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി നിങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തോട് നിങ്ങൾ മറുപടി പറയണം. എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ബോംബ്? ഇപ്പൊ ആ ബോംബ് അവിടെ കയ്യിലിരുന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത് ആർക്കെതിരെ ഉപയോഗിക്കുമായിരുന്നു? ആരായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? ഞങ്ങളുടെ പ്രവർത്തകരാണോ? ഞങ്ങളുടെ നേതാക്കന്മാരാണോ?